കൂടെയാണ്. കൂടുതൽ അഭിപ്രായം നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. മുരുകൻ സർ. ശ്രീലക്ഷ്മി, ഈ ശ്രീലക്ഷ്മി ഇങ്ങനെ ഈ കവിത ചൊല്ലുന്ന കേട്ടിരിക്കുന്ന കേരളത്തിലെ കവികളുണ്ടാവും. അവരുടെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. എന്തായിരിക്കും അറിയാം, അവരുടെ കവിത ഏതെങ്കിലും ഒന്ന് ഒരു വരിയെങ്കിലും ശ്രീലക്ഷ്മിയുടെ ഈ ഭാവത്തിൽ ചൊല്ലി കേൾക്കണം എന്നായിരിക്കും. എനിക്കെന്തായാലും അങ്ങനെ ഒരു ആഗ്രഹം പെട്ടെന്ന് തോന്നി. അത്രത്തോളം മലയാള കവിതയുടെ അല്ലെങ്കിൽ ഊർജം ഇത്രത്തോളം ഉൾക്കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ കവിത ചൊല്ലുന്നത് എന്നറിയുമ്പോഴുണ്ടാവുന്ന സന്തോഷം വളരെ വലുതാണ്. ഭാരതം എന്ന് പറയുന്ന നാട് എങ്ങനെ ഇരിക്കണം എന്നതിനെ സംബന്ധിച്ച കവിയുടെ ആശങ്കകൾ, വൈകാരികതകൾ അദ്ദേഹം എഴുതി വെച്ച എല്ലാ അർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ട് മോള് മനോഹരമായി ചൊല്ലി. പിന്നെ പറയരുത് എന്ന് പറഞ്ഞിട്ടൊരു വരി വരുന്നില്ലേ, ആ ഭാഗം ഒന്ന് ചൊല്ലോ. എനിക്കിതേ വേണ്ടു പറഞ്ഞു പോകരുത്, ഇതു മറ്റൊന്നിന്റെ പകർപ്പെന്നു മാത്രം. ശബ്ദത്തിലും ഭാവത്തിലും മോളെ ആ കാര്യം എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നതെന്ന് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അത് ചൊല്ലാൻ പറഞ്ഞത്. ഒരു കാലത്തും കേട്ടാൽ മതിവരാത്ത രീതിയിൽ ആണ് മോളുടെ ആലാപന സൗകുമാര്യം. ഞങ്ങൾക്ക് വളരെ സന്തോഷം. ആശംസകൾ. നന്ദി സർ. ലീലാകൃഷ്ണൻ സർ. ശ്രീലക്ഷ്മി സർ. അതിഗംഭീരമായി. നന്ദി സർ. ഇടശ്ശേരി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ ആലാപനം കേട്ടിട്ടാവും. കാരണം തനിക്ക് പിന്നാലെ വരുന്നവരോട് ഇത്രയേറെ വാത്സല്യം കണക്കാക്കിയ ഒരു കവി മാനവ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടാവില്ല. വിഷ്ണുനാരായണ നമ്പൂതിരി സാർ ഒരു കവിത എഴുതിയിട്ടുണ്ട് ഇടശ്ശേരിയെ കുറിച്ച്. ഇടശ്ശേരിയെ കാണാൻ ചെന്നാണ് പൊന്നാനിയിൽ. മടങ്ങിപ്പോരുമ്പോൾ നിറഞ്ഞ നിളയാണ്, തോണിയിൽ കടക്കണം. പേടിച്ചിട്ട് ഇവരിങ്ങനെ നിൽക്കുകയാണ്. എങ്ങനെ പുഴ കടക്കും? അപ്പോൾ ഇടശ്ശേരി പറയും, നിങ്ങളെ അക്കരയ്ക്കെത്തിക്കാതില്ല മടക്കം എൻ ഉറ്റോരെ. അപ്പോ വിഷ്ണുമാഷ എഴുതുകയാണ്, ഒരു മാത്ര പുഴയേക്കാൾ അലയേക്കാൾ ഒരു മാത്ര നക്ഷത്ര നിരയേക്കാൾ ഉയരത്തിൽ നിൽപ്പാണ് ഇടശ്ശേരി. അങ്ങനെ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരു കാവ്യ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്. സ്വന്തം വീടിനെ കുറിച്ച് മഹാനഭസ് പോലെ, മഹാബുദ്ധി പോലെ അല്ലേ അങ്ങനെ ഒരു വീടേ സങ്കല്പിക്കാൻ കഴിയുള്ളൂ. മാത്രമല്ല മൗലികതയെ സംബന്ധിച്ച് ഇത്രയേറെ ആത്മവിശ്വാസം ഉണ്ടായ ഒരു കവിയെ പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ചിരിച്ചാലും കൊള്ളാം, കരഞ്ഞാലും കൊള്ളാം, പറഞ്ഞു പോകരുത് ഇത് മറ്റൊന്നിന്റെ പകർപ്പാണെന്ന് മാത്രം എന്നാണ് പറയുന്നത് അല്ലെ. അത്ര ധീരമായി സ്വന്തം കവിതയുടെ നന്മയും ശക്തിയും വിളംബരം ചെയ്ത ശക്തിയുടെ മഹാകവിയെ സമസ്ത സൗന്ദര്യത്തോടും ശക്തിയോടും കൂടി തന്നെ ശ്രീലക്ഷ്മി ഇവിടെ അവതരിപ്പിച്ചു. അഭിനന്ദനങ്ങൾ. നന്ദി. നന്ദി സർ. ചന്ദ്രമതി ടീച്ചർ. ശ്രീലക്ഷ്മി ടീച്ചർ. നല്ല കവിത, നല്ല ആലാപനം. നന്ദി ടീച്ചർ. ഇതില് ഒന്ന് രണ്ട് ഞങ്ങൾക്ക് തന്ന കോപ്പിയില് എഴുതിയിരിക്കുന്ന പോലെയാണ് ശ്രീലക്ഷ്മി ആലപിച്ചത്. അപ്പൊ അതില് ഇങ്ങനെ ദിനമനുലക്ഷം മണിഗൃഹങ്ങളെ മനഞ്ഞെടുത്തിടും മനസ്സിനാൽ, അത് മെനഞ്ഞെടുക്കുക എന്നാണ്. പക്ഷെ പറഞ്ഞത് മനഞ്ഞെടുത്തി തന്നതിലും അതാണ്. അതുകൊണ്ട് ശ്രീലക്ഷ്മിയെ കുറ്റം പറയാനൊക്കില്ല. പക്ഷെ കുറ്റം പറയേണ്ട ഒരു ഘട്ടമുണ്ട്. അത് പെരുന്തച്ഛൻ എന്നുള്ളത് പറഞ്ഞു വന്നപ്പോ പെരുന്തച്ഛനായി പോയി. അച്ഛനല്ല, പെരും തച്ഛനാണ്. ഓക്കെ, ഈ രണ്ട് ചെറിയ മിസ്റ്റേക്കുകൾ മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. വളരെ ഹൃദ്യമായ ആലാപനം. അഭിനന്ദനങ്ങൾ. നന്ദി ടീച്ചർ. ശ്രീകാന്ത്. ജീവിത ദുഃഖങ്ങളെ ഇത്രയേറെ ആവിഷ്കരിച്ച മറ്റൊരു മഹാകവി നമുക്കില്ല. പക്ഷേ ദുഃഖാഭിരതി തീരെയില്ലാതെ ശക്തിമത്തായ കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്ന് പാടിയ കവിയാണ് ഇടശ്ശേരി. അദ്ദേഹത്തിന്റെ ശക്തിയുള്ള ഈ വരികൾ അതിശക്തമായ രീതിയിൽ മറ്റൊന്നിന്റെ പകർപ്പെന്ന് ആരെക്കൊണ്ടും പറയിക്കാത്ത രീതിയിൽ ശ്രീലക്ഷ്മി അതിമനോഹരമായി ആലപിച്ചു. എല്ലാവിധ ആശംസകളും. ശ്രീലക്ഷ്മി, ഇനി നമുക്ക് മാർക്കുകൾ ചോദിക്കാം. മുരുകൻ സർ. ശ്രീലക്ഷ്മി, നമ്മളിങ്ങനെ കൊള്ളാമെന്നൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ചേ അതിന്റെ പോരായ്മകളൊന്നും കാണാതിരുന്നു എന്നല്ല. അതുകൊണ്ട് മാർക്ക് ഉദ്ദേശിക്കുന്ന അത്രത്തോളം കിട്ടണമെന്നില്ല. ഞാൻ 29 മാർക്കാണ്. 30-ൽ 29. ലീലാകൃഷ്ണൻ സർ. ശ്രീലക്ഷ്മിക്ക് 30-ൽ 28. 30-ൽ 28. ചന്ദ്രമതി ടീച്ചർ. ശ്രീലക്ഷ്മിക്ക് ഞാനും 30-ൽ 28. 90-ൽ 85 മാർക്കാണ് ലഭിച്ചിരിക്കുന്നത്. വളരെ നല്ല മാർക്കാണ്. അഭിനന്ദനങ്ങൾ.
മാമ്പഴത്തിന്റെ